ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സോപ്പുമായിട്ടാണ്. നമുക്ക് മറ്റൊന്നും ഒരു ക്രീമുകളോ ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് പോലും ഇതുപോലെ ഒരു സോപ്പ് ബേസ് ഓൺലൈനിൽ മേടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫ്ലേവറിലുള്ള സോപ്പും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പതിവായി പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാ വീഡിയോയും കണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, സബ്സ്ക്രിപ്ഷൻ തികച്ചും ഫ്രീ ആണ്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഞാനിവിടെ ഇടത്തരം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഉണ്ടാക്കി നോക്കുക. അപ്പം ഞാനിതിൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം പല പച്ചക്കറികളുടെയും സ്കിന്നിനോട് ചേർന്ന ഭാഗത്താണ് ഒരുപാട് ഗുണങ്ങളുള്ളത്. അതുകൊണ്ട് ഞാൻ അതുമല്ല, ഇപ്പോൾ കിട്ടുന്ന ഉരുളക്കിഴങ്ങാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്, പുതിയ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന പാത്രത്തെയും അതുപോലെ ഉരുളക്കിഴങ്ങിനെയും ഒട്ടും തന്നെ വെള്ളമയമില്ലാതെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് മിക്സിയുടെ ജാറിലും ഒട്ടും തന്നെ വെള്ളമയമില്ലാതെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെയെല്ലാം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരുപാട് തീരെ ചെറിയ കഷ്ണങ്ങളാക്കണമെന്നില്ല. ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടാൽ തന്നെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് അരഞ്ഞോളും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്നതാണ് ഫ്രഷ് അലോവരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 സൈഡിലെയും ആ മുള്ളു പോലെയുള്ള ഭാഗം മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വെളിയിലത്തെ ഒന്നും മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പിലൂടെ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം അലോവേരയുടെയോ അഥവാ പൊട്ടറ്റോയുടെയോ ചെറിയ എന്തെങ്കിലും പാർട്ടിക്കിൾസ് അരയാതെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ വേസ്റ്റായിട്ട് ഒരു കുറച്ച് അലിയാതെ ഇങ്ങനെ കിട്ടും. അതും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഫേസിൽ നല്ലൊരു സ്ക്രബ്ബറായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രഷ് അലോവേര ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ പൊട്ടറ്റോ മാത്രം അരച്ചെടുത്തതിന് ശേഷം അലോവേര ജെല്ല് ഈ സമയം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത പൾപ്പിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നും മേടിച്ചിട്ടുള്ള സോപ്പ് ബേസാണ്. ഇതെങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മേടിക്കുന്ന സോപ്പ് ബേസ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതെനിക്ക് 200 രൂപയ്ക്ക് കിട്ടിയ സോപ്പ് ബേസാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു 4ൽ 3 ഭാഗം മതിയാവും നമുക്ക് ഇതുപോലെ ഒരു 10 സോപ്പെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മീഡിയം സൈസിലുള്ള ഒരു 10 സോപ്പിന്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം. കാരണം ഈ ബാറിനെ നമുക്ക് ഇനി ഉരുക്കിയെടുക്കാനുള്ളതാണ്. ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഏതെങ്കിലും ഒരു പഴയ പാത്രം മതിയാവും. അത് സ്റ്റീലോ മറ്റെന്ത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനകത്തേക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ മുറിച്ചിട്ട് കൊടുത്തിട്ടുള്ള ആ പാത്രത്തോടു കൂടി ഇതുപോലെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ സോപ്പ് ചെറുതായിട്ട് അലിഞ്ഞു തുടങ്ങും. ഈ സമയം നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഈ സോപ്പ് ബേസ് തികച്ചും അലിഞ്ഞ് ഒരു നല്ലൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ ആയിത്തീരും. ഒരു 5 മിനിറ്റ് ആകുന്നുണ്ട്. 5 മിനിറ്റ് ആകുമ്പോഴത്തേന് അതേ നോക്കിക്കോളൂ, നമ്മുടെ സോപ്പ് നല്ലൊരു എല്ലാം തന്നെ അലിഞ്ഞിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ആ ചൂടുള്ള വെള്ളത്തിൽ തന്നെ ഇരുന്നോട്ടെ. അതിൽ നിന്നും മാറ്റിയാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവാൻ തുടങ്ങും. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും അലോവേരയുടെയും ആ പൾപ്പ് ഈ സമയം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിൻ്റെ ചൂട് ഇപ്പോൾ തന്നെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവില്ല. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്നത്
2 വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റാണ്. അപ്പോൾ ഓയിലുള്ളവർക്കാണെങ്കിൽ അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ 2 ടാബ്ലറ്റ് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഒഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇതിനകത്തേക്ക് മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല, യാതൊരുവിധ കെമിക്കലുകളുമില്ല. പിന്നെ ഇതിന് ഈ വിറ്റാമിൻ ഇയുടെ ഓയിലിന് പകരമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുമുണ്ട്, അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഏതായാലും നമ്മൾ ആ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മോൾഡിലേക്ക് മാറ്റേണ്ടതാണ്. ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ പ്രത്യേക ഷേപ്പിലുള്ള മോൾഡുകളൊന്നുമില്ല. നമ്മൾ സാധാരണക്കാർക്കും മോൾഡൊന്നും ഇല്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒഴിഞ്ഞ ചില ഡബ്ബകളിലാണ് ഇതുപോലെ ആക്കുന്നത്. നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്ന എന്തൊരു കണ്ടെയ്നർ ആയാലും അതിനെയും ഒട്ടും തന്നെ വെള്ളമയമില്ലാതെ തുടച്ചതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണയാണ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള മിക്സ് ഇതിനകത്തേക്ക് കുറേശ്ശെ നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് കുറച്ചോ കൂടുതലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അല്പാൽപമായിട്ട് ഓരോന്നിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സെറ്റ് ആവാനായിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. അതുപോലെ ഇളക്കി അടി കൊണ്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ ഒരു പഴയ സ്റ്റീലിൻ്റെ പാത്രവും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഒരു ഒഴിഞ്ഞ പഴയ സോപ്പ് പെട്ടിയാണ്. ഇതിനകത്തും നമുക്കിതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇതിനിവിടെ എടുക്കുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഒഴിച്ചു വെച്ച സോപ്പെല്ലാം നന്നായി ഇതേ സെറ്റായിട്ടുണ്ട്. ഇതിനെ ഇളക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ പ്ലാസ്റ്റിക്കിന് അത് വെച്ചത് വളരെ പെട്ടെന്ന് തന്നെ വിട്ടുവരും. പിന്നെ സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ചത് ഞാൻ സൈഡ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വിട്ടുപോരും. പ്ലാസ്റ്റിക്കിലാകുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുത്താൽ മതി, അത് പെട്ടെന്ന് പോരും. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോരും. പക്ഷേ സ്റ്റീൽ പാത്രത്തിലുള്ളത് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പം മാത്രമേ വിട്ടുപോരത്തുള്ളൂ. അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് ഒരു ഉരുളൻകിഴങ്ങും അലോവേരയും കൊണ്ടുള്ള സോപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഉരുളൻകിഴങ്ങിനകത്തുള്ള എല്ലാവിധ കണ്ടൻസും അതുപോലെ അലോവേരയും നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്നതിനും അതുപോലെ കറുത്ത അടയാളങ്ങൾ മാറുന്നതിനും നമ്മൾ ഒട്ടുമിക്ക ഫേസ് പാക്കുകളിലും ഉപയോഗിക്കുന്നതാണ് അലോവേര ജെല്ല്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കൂടാതെ വിറ്റാമിൻ ഇയും നമ്മൾ ചേർത്തിട്ടുണ്ട്, വിറ്റാമിൻ ഇ ഓയിലും. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള സോപ്പാണ്. മറ്റ് ഒന്നും തന്നെ ഫേസ് പാക്കുകൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവർക്കോ അല്ലെങ്കിൽ മടിയുള്ളവർക്കോ ഒക്കെ ഇതുപോലെ ഒരു സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ മറ്റ് കെമിക്കൽസ് ഒന്നും തന്നെ ഇതിനകത്ത് ചേർത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ നോക്കുമ്പം ചെറുതായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളർ പോലെ കാണപ്പെടും. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സോപ്പുകളിൽ കാണാറില്ല. കാരണം അതിനകത്ത് കെമിക്കൽസ് ഉള്ളത് കൊണ്ടാണ് ഈ കളർ ഇങ്ങനെ വരാത്തത്. ഇതൊരു പ്രശ്നമാക്കണ്ട, പക്ഷെ നമുക്ക് ധൈര്യമായി ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നാളത്തേക്കൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഒരു 2-3 സോപ്പ് വീതം ഉണ്ടാക്കുക. മാക്സിമം 1 മാസം വരെ മാത്രമേ ഇത് കേടാകാതെ ഇരിക്കത്തുള്ളൂ. അതിനുശേഷം ഇതിനകത്ത് വല്ലാത്ത ഒരു ബാഡ് സ്മെൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഉണ്ടാക്കുന്നതാണ്. ഏത് ഫ്ലേവറിലെയും സോപ്പ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.